ഹായ് എല്ലാവർക്കും സ്വാഗതം. ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി മലയാളം ചാനലിലേക്ക് ഞാൻ സത്യനാരായണ സ്വദേശി കാസർഗോഡാണ്. പുതിയൊരു വീഡിയോയിൽ എല്ലാവരും വെൽക്കം ചെയ്യുകയാണ്. അതായത് 2023 ഏപ്രിൽ മാസം എനിക്കൊരു മെസ്സേജ് വന്നു. ഓക്കെ, ജസ്റ്റ് സ്ക്രീൻഷോട്ട് കാണിക്കുക. ഹായ് പ്ലീസ് ഹെൽപ്പ് എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് അയച്ചു. അദ്ദേഹം കോൾ വിളിച്ചു. ഓക്കെ, കോൾ വിളിച്ച് മറ്റാരുമല്ല, നിസാർ ഭായി ആണ്. നിസാർ അദ്ദേഹം വർക്ക് ചെയ്യുന്നത് ഖത്തറിലാണ്. ആൻഡ് നാട്ടിൽ അദ്ദേഹം നാദാപുരം, വടകര നാദാപുരത്താണ്. ഓക്കെ, അങ്ങനെ കുറച്ച് ഫോട്ടോസുകൾ അയച്ചു തന്നു. ഓക്കെ, ഫോട്ടോസ് അയച്ചു തന്നു. നല്ല കഷണ്ടി ഉണ്ടായിരുന്നു പുള്ളിക്ക്. അതായത് ഒരു ഏജ് ഐ തിങ്ക് ബിലോ 40 ആണ് അദ്ദേഹത്തിൻ്റെ ഏജ്. പക്ഷേ ഇപ്പോൾ കാണുമ്പോൾ ഒരു അറൗണ്ട് 55 ആ ലെവലിലുണ്ട്. വളരെ ടെൻഷനിലായിരുന്നു പുള്ളി. എന്നെ കോൺടാക്ട് ചെയ്തു, ഒരുപാട് കാര്യം സംസാരിച്ചു. ഹെയർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു, സജഷൻ കൊടുത്തു എങ്ങനെ ചെയ്യുക, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എത്ര ഗ്രാഫ്റ്റ് വേണം, എൻ്റെതായ ഒരു ഐഡിയ കൊടുത്തു. പുള്ളി ട്രാൻസ്പ്ലാന്റ് ചെയ്തു. നെക്സ്റ്റ് മെയ് മന്ത് അദ്ദേഹം ട്രാൻസ്പ്ലാന്റ് ചെയ്ത സമയത്തുള്ള ഹെയർ ലൈൻ ഡ്രോയിങ് ഫോട്ടോസ്, ബാക്കി ഫോട്ടോസ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഉള്ളത് നല്ല ഡോണർ ഏരിയ ഉണ്ടായിരുന്നു, നല്ല ക്വാളിറ്റി ഡോണർ ഏരിയ ഉണ്ടായിരുന്നു. വളരെ ഭംഗിയിൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു. അതായത് 3700 ഗ്രാഫ്റ്റാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. ഫ്രണ്ട് ഏരിയ കംപ്ലീറ്റ് കവർ ചെയ്തു, ക്രൗൺ ഏരിയ കവർ ചെയ്തു. ഓക്കെ, ഇത് നല്ല അടിപൊളി ഹെയർ ലൈൻ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇതിന് പ്രത്യേകത എന്നുള്ളത്, അദ്ദേഹം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു, ഹെയർ നല്ല രീതിയിൽ കെയർ ചെയ്തു. വേറെ കാര്യം, അദ്ദേഹം സർജറി ചെയ്ത് ഖത്തറിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ കുറേ ആൾക്കാർക്ക് സംശയമുണ്ട്, നമ്മളിപ്പോൾ നാട്ടിൽ സർജറി ചെയ്തു, ബാക്കിയുള്ള PRP ബാക്കിയൊന്നും ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, റിസൾട്ട് കിട്ടുമോ എന്നുള്ള സംശയങ്ങൾ കുറേ ആൾക്കാർ എനിക്ക് ചോദിക്കാറുണ്ട്. അതിനുള്ളൊരു ഉദാഹരണം കൂടിയാണ് ഈ ഒരു റിസൾട്ട്. ഓക്കെ, അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഖത്തറിലാണ്, അവിടുത്തെ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും അവിടുത്തെ ഫുഡാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടി പ്രത്യേകിച്ച് വലിയ രീതിയിൽ മെഡിസിൻ യൂസ് ചെയ്തില്ലെങ്കിലോ ഒന്നും ചെയ്തില്ലെങ്കിലും അത് വളരും. നല്ല ക്വാളിറ്റി ഡോണറാണ്, തീർച്ചയായും നല്ല റിസൾട്ട് കിട്ടും. പക്ഷേ ഈ ട്രീറ്റ്മെൻറ്റൊക്കെ ഫ്യൂച്ചർ ട്രീറ്റ്മെൻറ്റ് PRP ആണെങ്കിലും മെഡിസിൻസ് ആണെങ്കിലും ചെയ്യുന്നതിനാണെന്ന് വെച്ചാൽ നമ്മുടെ നിലവിലുള്ള എക്സിസ്റ്റിംഗ് ഹെയറിനെ ഒരു സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഹെയറിന് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. ഓക്കെ, അങ്ങനെ കഴിഞ്ഞ പെരുന്നാൾ, ഇപ്പോൾ 2 ദിവസം മുന്നേ പെരുന്നാൾ കഴിഞ്ഞില്ല, ആ പെരുന്നാളിൽ അദ്ദേഹം കുറച്ച് ഫോട്ടോസ് അയച്ചു. കാരണം അതിൻ്റെ സന്തോഷം നിങ്ങൾ കാണാം. ഫോട്ടോ ഞങ്ങൾക്ക് അയച്ചു തരാം, കാരണം റിസൾട്ട് എങ്ങനെ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ തന്നെ കണ്ടോളൂ. ഞാൻ പറയുന്നില്ല, സീ ദ റിസൾട്ട്. ആഫ്റ്റർ 1 വർഷവും 1 മാസവും കംപ്ലീറ്റ് ചെയ്തു ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. ഇതാണ് ഇപ്പോഴത്തെ നിസാർ ഭായിൻ്റെ ലുക്ക്. കാരണം ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. കാരണം നമ്മൾ മുഖേന കുറേ ആൾക്കാർ രക്ഷപ്പെടുകയാണ്, കുറേ ആൾക്കാർക്ക് ഇൻഫോർമേഷൻ കൊടുക്കാൻ പറ്റുന്ന ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി എന്നൊരു ചാനൽ ഓപ്പൺ ചെയ്തു. ഇപ്പോൾ ഞാൻ സർജറി ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 5 വർഷം ആവാൻ പോവുകയാണ്. ഞാൻ സർജറി ചെയ്യുന്ന സമയത്ത് ഒരു ചാനൽ, മലയാളത്തിൽ ഒരു ചാനൽ ഒന്നുമില്ല. ഹെയർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറച്ച് ഹിന്ദി ചാനൽസ് ഉണ്ടായിരുന്നു, അതല്ലാതെ വേറെ ഒരു സംഭവമില്ല. ഞാൻ ഹിന്ദി ചാനലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഓൾ ഓവർ ഇന്ത്യ കുറേ ക്ലിനിക്ക് സെർച്ച് ചെയ്ത ഒരാളാണ്. കേരളത്തിലെ എല്ലാ ക്ലിനിക്കിലും ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ട്, നേരിട്ട് പോയ കുറേ ക്ലിനിക്കുകളുണ്ട്. കാരണം എൻ്റെ കഷണ്ടി എന്നുള്ളത് ഇങ്ങനെയായിരുന്നു, 7 ഗ്രേഡ് ആയിരുന്നു. ഡോണർ ഏരിയ വളരെ പാത്തറ്റിക് കണ്ടീഷനിലുള്ളത്. അതും 10 വർഷം വിഗ് ഉപയോഗിച്ചിട്ട് ഇല്ല, കംപ്ലീറ്റ് ഹെയറിനെ കളഞ്ഞ ഒരു വ്യക്തിയാണ്. അതിനുശേഷം എന്താ പറയുക, ശേഷം 30 ക്ലിനിക്ക് നമ്മൾ പറയും, 31ാമത്തെ ക്ലിനിക്കാണ് ഞാൻ സർജറി ചെയ്തത്. ഞാൻ സർജറി ചെയ്തത് ആദ്യം പൂനെയിലാണ്, പിന്നെ സെയിം ക്ലിനിക്കും ഡോക്ടേഴ്സ് കൊച്ചിയിൽ വന്നു. അതേപോലെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ക്ലിനിക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം നിസാർ ഭായ് സർജറി ചെയ്തത് കൊച്ചി ബ്രാഞ്ചിലാണ്. ഓക്കെ, ആൻഡ് സഫയർ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നോർമൽ FE വിത്ത് സഫയർ ആണ് അദ്ദേഹം യൂസ് ചെയ്തതിൻ്റെ ടെക്നിക്ക്. ഓക്കെ, 3700 ഗ്രാഫ്റ്റാണ് അദ്ദേഹം സർജറി ചെയ്തത്. ഇപ്പോൾ 1 വർഷം കംപ്ലീറ്റ് ചെയ്തു. എന്തായാലും ഇപ്പോൾ ഈ പെരുന്നാളിന് കഷണ്ടിയായിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവുക. എന്നാലും അടുത്ത പെരുന്നാളാവുമ്പോൾ നിങ്ങളെ തല നിറച്ച് മുടി ഉണ്ടാവട്ടെ. പണ്ട് കഷണ്ടി ആയി കഴിഞ്ഞാൽ എന്താണ്, ഒരു വിഗ് എടുത്ത് തലയിൽ വെക്കുക. അത് ഞാൻ ചെയ്തത് അങ്ങനെയാണ്. 10 വർഷം വിഗ് ഉപയോഗിച്ചൊരു വ്യക്തിയാണ്. അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ 10 വർഷം വിഗ് ഉപയോഗിച്ചു ഞാൻ. അപ്പോൾ പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ട്രാൻസ്പ്ലാന്റേഷൻ ഓപ്ഷൻ നിങ്ങൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ക്ലിനിക്ക് വേണം, നല്ല ഹൈജീൻ വേണം, നല്ല OT വേണം, നല്ല ഡോക്ടേഴ്സ് വേണം, നല്ല ടെക്നിക്കൽ ടീം വേണം. ഡോക്ടേഴ്സ് മാത്രം നല്ലതായിട്ട് കാര്യമില്ല, നല്ല എക്സ്പീരിയൻസുള്ള ടെക്നീഷ്യൻസ് കൂടി ആ ടീമിൽ ഉണ്ടാവണം. ഇതൊക്കെ നോക്കിയിട്ട് വേണം ഒരു സർജറി ചെയ്യാൻ. അല്ലാതെ നമ്മൾ വീടിൻ്റെ അടുത്തൊരു ക്ലിനിക്ക് ഉണ്ടോ ചെയ്തേക്കാം, അങ്ങനെ ചെയ്യരുത്. നല്ലൊരു ക്ലിനിക്ക് ഉണ്ടെങ്കിൽ ഒരു ചെയ്യാം. പല ആൾക്കാർക്കും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്നുള്ളത്, ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട് ഞാൻ പറഞ്ഞ വടകരയാണ്. അദ്ദേഹത്തിന് കോഴിക്കോടൊക്കെ ക്ലിനിക്സ് ഉണ്ട്, പക്ഷേ ചെയ്തില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഹീ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ റിസൾട്ട്സ്. കാരണം നമ്മൾ പല ആൾക്കാർ ചിന്തിക്കുന്നത് എന്താണ്, ആ വീട്ടിനടുത്തൊരു ക്ലിനിക്ക് ഉണ്ട്, നമുക്ക് പോയി വരാൻ എളുപ്പമല്ലേ എന്നാണ്. ഞാൻ പറയട്ടെ, ജീവിതത്തിൽ 1-2 പ്രാവശ്യമാണ് നമ്മൾ സർജറി ചെയ്യുന്നത്, ലൈഫിൽ 1-2 പ്രാവശ്യമാണ്. അപ്പം നമ്മൾ ഇതിന് എല്ലാ ദിവസവും എല്ലാ മാസങ്ങളും പോകേണ്ട ഒരു ആവശ്യമില്ല. സർജറി ഡേ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം വെച്ചാൽ സർജറി ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ
പിന്നെ നമുക്ക് അത് കറക്ഷൻ ചെയ്യാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ ഫസ്റ്റ് സർജറി ഈസ് ദ ബെസ്റ്റ് സർജറി. ഫസ്റ്റ് സർജറി ചെയ്യുമ്പോൾ ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ടീമിനെ കൊണ്ടുവന്ന് ഏറ്റവും നല്ല സർജറി നടക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് സർജറി ചെയ്യുന്നു, ഒരു ക്ലിനിക്കിൽ പോയിട്ട് സർജറി ചെയ്യുന്നു. എക്സ്ക്ലൂസീവ് ഹെയർ ട്രാൻസ്പ്ലാന്റ് മാത്രം ചെയ്യുന്ന ക്ലിനിക്കുകളായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഹോസ്പിറ്റൽ ബേസിൽ ഇപ്പോൾ പല ആൾക്കാർ സർജറി ചെയ്യാറുണ്ട്, പക്ഷേ അവർ മാസത്തിൽ 1-2 ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി ആയിരിക്കും ചെയ്യുക. ഹോസ്പിറ്റലൊക്കെ ആയിരിക്കാം, ഭയങ്കര ക്വാളിഫിക്കേഷൻ ഡോക്ടറായിരിക്കും, പക്ഷേ അദ്ദേഹം സർജറി കുറേ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വിചാരിച്ച റിസൾട്ടും നമുക്ക് കിട്ടില്ല. കാരണം എപ്പോൾ നിരന്തരമായിട്ട് സർജറി ചെയ്യുന്ന ഒരു ക്ലിനിക്ക് തന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റ് എക്സ്ക്ലൂസീവ് ചെയ്യുന്ന ക്ലിനിക്കായിരിക്കും ഏറ്റവും നല്ലത്. അതാണ് എൻ്റെ ഒരു സജഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിസാർ ഭായിൻ്റെ റിസൾട്ട് കണ്ടും ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, പ്ലീസ് ഹെൽപ്പ്. കുറേ ആൾക്കാർക്ക്, ആയിരക്കണക്കിന് ആൾക്കാർ റിസൾട്ട് വന്നു കഴിഞ്ഞും ഒരുപാട് നിരവധി ആൾക്കാരുടെ റിസൾട്ട്സിൻ്റെ വീഡിയോസ് വരുന്നുണ്ട്. ഇതിനായിട്ട് മുമ്പ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി എന്ന ചാനൽ ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജുണ്ട്, ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വിളിക്കുക. സമയം കിട്ടുമ്പോൾ എന്തായാലും റിപ്ലൈ കിട്ടുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഏറ്റവും പെട്ടെന്നായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.